മുഹറമിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യയെക്കുറിച്ച് പറയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. മസ്ജിദുൽ അക്സയുടെ ചരിത്രമില്ലാതെ ഹിജറയുടെ ചരിത്രം പൂർത്തിയാവുകയില്ല. അതുകൊണ്ട് ഹിജറയെ കുറിച്ച് പറയുമ്പോൾ എന്തിനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മസ്ജിദുൽ അക്സയിലേക്ക് കൊണ്ടുപോയത്? നമുക്കറിയാം, യഹ്യ സിൻവാർ എന്ന് പറയുന്ന പോരാളികളുടെ നേതാവ്, അദ്ദേഹത്തിന്റെ ആത്മകഥയുണ്ട്. ആ ആത്മകഥയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ചെറിയ കുട്ടികളായിരിക്കെ മസ്ജിദുൽ അക്സയിലേക്ക് ഉസ്താദ് മദ്രസയിൽ ഞങ്ങളെ ടൂർ കൊണ്ടുപോയി. അങ്ങനെ മസ്ജിദുൽ അക്സയുടെ പ്രത്യേകതകൾ ഇങ്ങനെ ഉസ്താദ് വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ പ്രത്യേകത, ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ അമ്പിയാക്കളെയും ജീവിപ്പിക്കുകയും ആ അമ്പിയാക്കൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇമാമായി നിസ്കരിക്കുകയും ചെയ്ത ഭൂമിയിലേക പ്രദേശമാണ് മസ്ജിദുൽ അക്സ എന്ന് പറയുന്നത്. അതുപോലെ ഹദറത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമും ഇസ്ഹാഖ് അലൈഹിസ്സലാമും നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ മസ്ജിദുൽ അക്സയുടെ പ്രത്യേകത അദ്ദേഹം വിശദീകരിച്ചു കൊടുക്കാൻ. മൂന്നാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിലേക്കും അവിടങ്ങളിലേക്കുള്ള ആകാശ ലോകത്തേക്കും ഭൂമിയിൽ നിന്ന് അവസാനമായി യാത്ര പോയത് മസ്ജിദുൽ അക്സയിൽ നിന്നാണ്. എന്നിട്ട് ഉസ്താദ് പറയുന്നുണ്ട്, ഒരാൾ സ്വർഗത്തിലേക്ക് പോകാൻ ഭൂമിയിൽ ഒരു ഇടത്താവളമുണ്ടെങ്കിൽ ആ ഇടത്താവളമാണ് സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദുൽ അക്സ. കാരണം ഭൂമിയിൽ നിന്ന് റസൂലുള്ളാഹി സ്വർഗത്തിലേക്ക് പോയത് മസ്ജിദുൽ അക്സ വഴിയാണ്, മസ്ജിദുൽ ഹറാം വഴിയല്ല, മസ്ജിദുൽ അക്സ വഴിയാണ്. അത്ര പ്രത്യേകത അതിനുണ്ട്. ആ മസ്ജിദുൽ അക്സ ഇന്ന് അധിനിവേശത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ആ അധിനിവേശ ശക്തികൾ ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ഗസയിലെയും പരിസര പ്രദേശങ്ങളെയും വിശ്വാസികളെയും മറ്റു അവിടെ താമസിക്കുന്ന മുഴുവൻ മനുഷ്യരെയും അടിച്ചമർത്തുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ ചെങ്കടൽ പിളർത്തി മൂസ അലൈഹിസ്സലാമിനെ അള്ളാഹു രക്ഷപ്പെടുത്തിയ വിമോചനത്തിന്റെ സന്ദേശം അവർക്കും ലോകത്തെ വിമോചനം ആഗ്രഹിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും ഒരു പ്രചോദനമാണ്. അത് ഓർക്കാതെയും പറയാതെയും ഒരു മുഹറമും നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകാൻ പാടില്ല എന്നതാണ് മുഹറമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്.